ഉലുവയില തോരൻ വെച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ഉലുവയില. ഇത് വേരോടെയാണ് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. വേരെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത്യാവശ്യം മണലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ പോയി കിട്ടും. ഇനി അതിനെല്ലാം നല്ലപോലെ കുടഞ്ഞെടുത്ത് ഇനി കഴുകിയെടുക്കണം. ഇതിനെ നല്ലപോലെ കഴുകിയെടുത്ത ഉലുവയിലയാണിത്. ഇതിനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഇലയാണിത്. അങ്ങനെ കയ്പൊന്നുമില്ല. ഒരു ചെറിയൊരു ചവർപ്പേ ഉള്ളൂ. കയ്പെന്ന് പറയാൻ പറ്റില്ല. ഉലുവ പോലെയൊന്നും കയ്പൊന്നുമില്ല. ചെറിയ ചവർപ്പോട് കൂടിയുള്ളതാണ്. ഇതിൽ കുറച്ചധികം വലിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ചവർപ്പൊന്ന് മാറിക്കിട്ടും. നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നല്ലതാണിത്. എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. നാട്ടിലൊന്നും അത്ര അധികം ഇതൊന്നും കിട്ടിയിരുന്നൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം ഞങ്ങൾക്കിത് കിട്ടുന്നുണ്ട്. തണുപ്പ് സീസണൊക്കെ ആകുമ്പോഴാണ് കൂടുതലും കിട്ടുന്നത്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ കടുക് ഇടുന്നില്ല. അരിഞ്ഞു വെച്ചതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇലയ്ക്ക് അധികം വേവില്ലെങ്കിലും തണ്ടിന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഒത്തിരി ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കരുത്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ നിന്ന് അങ്ങനെ ഒത്തിരി വെള്ളമൊന്നും അങ്ങനെ വരില്ല. കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് വാർത്ത് വെച്ചാൽ മതിയാകും. നല്ല പോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലയെല്ലാം വെന്തിട്ടുണ്ട്. പക്ഷെ തണ്ടിന് ഇപ്പോഴും വേവ് ആവുന്നതേ ഉള്ളൂ. തണ്ടിന് കുറച്ചധികം വേവുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഉണക്കമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി തൊലിയോടെയാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകെല്ലാം ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പോലെ ഈ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലെല്ലാം നല്ല പോലെ വരും. അതുകൊണ്ടാണ് ഞാനിതൊരു ഹാഫ് വേവ് ആകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നേരം തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് എല്ലാം സ്റ്റൗവിൽ അടച്ച് വെക്കാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി കിട്ടും. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളം പോലൊന്നും ഇരിക്കില്ല. അങ്ങനെ വെന്തുടഞ്ഞു പോകുമൊന്നുമില്ല. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.